എന്നാലും ഇങ്ങനൊന്നും ചോദിക്കാൻ പാടുണ്ടായില്ല. വളരെ മോശമായി പോയി. എന്ത് ചോദ്യം ചോദിക്കണം. പാവം ബിനീഷ് കൊടിയേരിയുടെ കിളി പോയി. CPM-ൽ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കാണത്തില്ലാത്തൊരു സ്വഭാവമാണ് ഇത് തെറ്റു പറ്റിയെന്ന് പറയുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്നത്. അതിൽ ഞാൻ ആ കോമ്രേഡിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഈ കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊക്കെ ചില കല്യാണങ്ങൾക്ക് ഒരു പന്തിയിൽ നല്ല ഇറച്ചിയും മീനും വിഭവങ്ങളും വിളമ്പുകയും മറ്റൊരു പന്തിയിൽ ഈ ബൊഫെ വെച്ചിട്ട് കുറച്ച് 4, 3, 7 കൂട്ടം കറി മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയുണ്ട്. അതുപോലെയാണോ CPM-ൽ ബിനീഷ് കൊടിയേരി നേരിടുന്ന പ്രശ്നം എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 2020-ൽ പ്രിയപ്പെട്ട ബിനീഷിന്റെ കേസുണ്ടാകുമ്പോൾ പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ അറസ്റ്റ് അവരുടെ കയ്യിൽ, അതായത് അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ തെളിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുവന്നത്. അത് ആ കുടുംബം നേരിടട്ടെ എന്ന് പറഞ്ഞ അതേ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും 2024-ൽ വീണയുടെ കേസുണ്ടാകുമ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുകയാണ്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച് പാർട്ടി സെക്രട്ടറി നേരിട്ട് വന്ന് മാധ്യമങ്ങളെ കണ്ട് ന്യായീകരിക്കുകയാണ്. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള കേസാണ്, ഈ കേസ് പിണറായി വിജയൻ സഹാവിനെ നേരിട്ട് ആക്രമിക്കാനുള്ള കേസാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ കേസ് ഉണ്ടാകുമ്പോൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ, ഏത് അന്വേഷണ ഏജൻസി സംഘപരിവാർ നിയന്ത്രിക്കുന്നുവെന്ന് CPM അവകാശപ്പെടുന്ന, കേന്ദ്രം ഈ ഡെർട്ടി പൊളിറ്റിക്സ് കളിക്കുന്നുവെന്ന് CPM ഇപ്പോൾ പറയുന്ന ആ അന്വേഷണ ഏജൻസി തന്നെയാണ് ബിനീഷിന്റെ കേസിലുള്ളത്. അല്ലല്ല, പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് അതല്ല. അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ തെളിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ അറസ്റ്റ് ചെയ്തത്. അത് ആ കുടുംബം നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കാര്യത്തിൽ ബിനീഷിനെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ബിനീഷ് കൊടിയേരി ഒറ്റയ്ക്ക് നേരിടട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പുത്രി വാത്സല്യത്താൽ അന്ധനായോ അങ്ങ് എന്ന് 2024-ൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുമ്പോൾ ചോദിക്കാൻ ഒരിക്കലെങ്കിലും ബിനീഷ് കൊടിയേരിന്റെ അന്തരംഗം സൈലന്റ്ലി എങ്കിലും ചോദിച്ചിട്ടുണ്ടോ പിണറായി വിജയനോട്, പുത്രി വാത്സല്യത്താൽ അങ്ങ് അന്ധനായോ ധൃതരാഷ്ട്രേ എന്ന്? അല്ലാതെ ബിനീഷ് മറുപടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് എന്റെ പാർട്ടി നിന്നില്ല, ഇപ്പൊ പാർട്ടി നിൽക്കുന്നുണ്ട്, ഞാൻ പാർട്ടിക്കാരാണ്, അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് നിൽക്കുന്നു, ഞാൻ അതുകൊണ്ട് ഇടിക്ക് മുന്നിൽ എന്താണ് സമരഭൂമിയിൽ ഒന്നാമനായി നിൽക്കുന്നു എന്ന് പാർട്ടിക്കാരനെ പോലെ സംസാരിക്കാൻ മറുപടി പറയുന്നു. അല്ല, അദ്ദേഹം വേറൊരു ഉത്തരം കൂടി പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. അതായത് ബിനീഷ് കൊടിയേരി അല്ലാതെ മറ്റേതെങ്കിലും മക്കൾ SFIയിലൂടെ ബാലസംഘത്തിലൂടെ കടന്നു വന്നവരുണ്ടോ എന്ന്. അപ്പോ ഞാൻ ഹാഷ്മീർ അടക്കം ചർച്ചയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, SFIയുടെ 5 രൂപ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ് ആര്, പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. ആ വീണ വിജയനെ അല്ലെങ്കിൽ വീണ തേക്കണ്ടി ന്യായീകരിക്കേണ്ട എന്ത് ബാധ്യതയാണ് CPM-നുള്ളത്? ബിനീഷ് ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ എത്ര പരിമിതികളിലും സംസാരിക്കുമ്പോഴും എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും അതൊരു പ്രശ്നമായി നിൽക്കുന്നത് ചോദിച്ചിട്ടാണ് ബിനീഷ്. ഞങ്ങളുടെ ഒരു കേഡർ പാർട്ടി സിസ്റ്റം, പ്രിയപ്പെട്ട വസന്ത് പറയുന്നത് പോലെ അത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് അവരെ ജനാധിപത്യം കൂടുതൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാനത് മോശപ്പെട്ട രീതി പറയുന്നില്ല, അത് അവരുടെ പാർട്ടിയിൽ നല്ലത് എന്നുള്ള രീതി തന്നെയാണ്. അതങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ഓരോ പാർട്ടിയെ സംബന്ധിച്ചിട്ടും അവരുടെ രീതിയാണല്ലോ പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് കേഡർ പാർട്ടി സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള മറുപടികൾ പറയുന്നതിന് സ്വാഭാവികമായിട്ടും നമുക്ക് ചില പരിമിതികളുണ്ട്. അത് ശരി, പരിമിതികൾ ഉണ്ടല്ലേ. ഇത്ര ഇടങ്ങളായിട്ട് പിന്നെ എന്തിനീ പാർട്ടി നിൽക്കണത്? വല്ലാത്ത